ഒരു ചരിത്രം ഇതാ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുകയാണ്. അവർ വിജയകരമായി തിരികെ എത്തുന്നതിൻ്റെ ഏറ്റവും ഫൈനൽ ലാപ്പിലെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സുനിത വില്യംസും ബുച്ച് വിൽമോറും അടങ്ങുന്ന സംഘം ഇതാ നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ മണ്ണിലേക്ക് തിരികെ ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ഫ്ലോറിഡയ്ക്ക് സമീപം, ഫ്ലോറിഡയുടെ തീരത്തിന് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഇതാ ആ പേടകം ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സൂപ്പർസോണിക് വേഗതയിൽ വന്ന ആ പേടകം ഇപ്പോൾ സാധാരണ വേഗത്തിലേക്ക് മാറുകയാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അത് പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഇതാ നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യർ, ശാസ്ത്രജ്ഞർ അവർ മടങ്ങിയെത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ തത്സമയം കാണുന്നു. ഇതൊരു ഏറ്റവും സുന്ദരമായ മുഹൂർത്തങ്ങളിൽ ഒന്നായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയും. ഇതാ അതിന്റെ പല തരത്തിലുള്ള ദൃശ്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുകയാണ്. ലോകത്തിന്റെ മറുകോണിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ നമ്മുടെ ഇടയിലേക്ക് വരുന്നു. ആകാശത്തിനുമപ്പുറം ബഹിരാകാശത്തു നിന്നാണ് ആ മനുഷ്യർ ഭൂമിയിലേക്ക് തിരികെ ഇറങ്ങിയത്. ശാസ്ത്രത്തിന്റെ വളർച്ച നമുക്കിവിടെ അടയാളപ്പെടുത്താൻ കഴിയും. മനുഷ്യകുലത്തിന്റെ മറ്റൊരു ചുവടുവയ്പ് നമുക്കിവിടെ അടയാളപ്പെടുത്താൻ കഴിയും. ആ പ്രിയപ്പെട്ട യാത്രികരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവരുടെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ മനക്കരുത്തിന്റെയും അവരുടെ അസാധാരണമായ നിശ്ചയദാർഢ്യത്തിന്റെയും ജയം കൂടിയാണ് നമുക്കിവിടെ അടയാളപ്പെടുത്താൻ കഴിയുന്നത്. കാരണം നമുക്കറിയാം, പ്രവചനാതീതമാണ് ബഹിരാകാശ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ആ യാത്രയ്ക്ക് വേണ്ട ധൈര്യം എന്ന് പറയുന്നത് അത് അസാധാരണമായിരിക്കണം, മനക്കരുത്ത് അസാധാരണമായിരിക്കണം. അങ്ങനെയുള്ള മനുഷ്യരാണ് ആ ദൗത്യത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതിൽ വിജയിച്ച് നമുക്ക് വേണ്ടി ഇതാ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്ന പ്രിയപ്പെട്ട മനുഷ്യരെ നമ്മൾ കാണുകയാണ്. ഇതിനപ്പുറം ഒരു ചരിത്രം ഈ ലോകത്ത് നമുക്ക് നിലവിൽ അടയാളപ്പെടുത്താൻ കഴിയില്ല. ധീരരായ മനുഷ്യരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഭൂമിയിലേക്ക് സ്വാഗതം. ഇതാ സ്പ്ലാഷ് ഡൗൺ. നാസ എഴുതി കാണിക്കുന്നു നമ്മളെ. അടുത്തത് സ്പ്ലാഷ് ഡൗൺ, അതായത് സമുദ്രത്തിലേക്ക് ഇറങ്ങുന്ന ആ നിമിഷത്തിന് പറയുന്ന പേരാണ്, ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സ്പ്ലാഷ് ഡൗൺ എന്ന് പറയുന്നത്. അതിന് ഇതാ ഇനി താഴെ നിങ്ങൾക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മഹാനീലിമ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങോട്ടേക്കാണ് ആ പേടകം വന്നിറങ്ങാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ അതിൻ്റെ വേഗം സ്റ്റഡിയാണ്, ക്രമമാണ്. ഇനി മിനിറ്റുകൾക്കപ്പുറം അത് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ജലാശയത്തെ തൊടും, ആ വെള്ളത്തിൽ തൊടും. ആ നിമിഷം അതൊരു ചരിത്രമാണ്. അറ്റ്ലാന്റിക് സമുദ്രം ഇതാ മറ്റൊരു ചരിത്രത്തിന് സാക്ഷിയാകാൻ വേണ്ടി പോകുന്നു. മനുഷ്യകുലത്തിൻ്റെ ഒരുപാട് കഥകൾ പറയാനുള്ളത് ആ സമുദ്രത്തിലേക്ക് ലാൻഡ് ചെയ്യുന്നു ഡ്രാഗൺ പേടകം. ഇതാ ഇറങ്ങിയിരിക്കുന്നു. മറ്റൊരു ചരിത്രം പിറന്നിരിക്കുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഏറ്റവും ഭംഗിയായി, സുന്ദരമായി ലാൻഡ് ചെയ്തിരിക്കുന്നു ആ പേടകം. ക്രൂ 9 പേടകം സുനിത വില്യംസും ബുച്ച് വിൽമോറും അടങ്ങുന്ന സംഘവുമായി അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഏറ്റവും സേഫായി ലാൻഡ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇനി മിനിറ്റുകൾക്കപ്പുറം നാസയുടെ സംഘമെത്തി ആ പേടകം വീണ്ടെടുത്ത് അവരെ തൊട്ടടുക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ സന്നാഹങ്ങളൊക്കെ ഇതാ തൊട്ടരികിൽ തന്നെയുണ്ട്. അവർ അല്പസമയത്തിനകം തന്നെ അങ്ങോട്ടേക്ക് കടന്നു വരും. ആ പേടകം നിങ്ങൾക്ക് ഇതിന്റെ ദൃശ്യങ്ങളിൽ കാണുന്നു. നാസ സ്പേസ് എക്സ് ക്രൂ 9 റിട്ടേൺ, ക്രൂ 9 ബാക്ക് ഓൺ എർത്ത്. യെസ്, ഭൂമിയിലേക്ക് അവർ മടങ്ങിയെത്തിയിരിക്കുന്നു. ഇതാ മനുഷ്യകുലത്തിലേക്ക്, മനുഷ്യരുടെ ഇടയിലേക്ക് അവർ മടങ്ങിയെത്തിയിരിക്കുന്നു. ചരിത്രം ഇതാ ഇവിടെ കുറിച്ചിരിക്കുന്നു. നിങ്ങളിത് കാണുക. ഇത് ഏറ്റവും സുന്ദരമായ കാഴ്ചകളിലൊന്നാണ്. ഈ പുലർച്ചയിൽ, ഈ മാർച്ച് 19 3:28 മിനിറ്റുകൾക്ക് നമ്മൾ കണ്ടത് ലോക ചരിത്രത്തിന്റെ ഗതി മാറ്റിയ മറ്റൊരു മഹാനിമിഷത്തെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ ഭൂമിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ആ പേടകം നിങ്ങൾക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ രാവിലെ 8:35 ആരംഭിച്ച വലിയ ദൗത്യം 10:35 തുടങ്ങിയ മഹായാത്ര ഒടുവിൽ ഇന്ന് പുലർച്ചെ ഇന്ത്യൻ ടൈം 3:28 അതിന് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ശുഭ പര്യവസാനം. അതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ക്രൂ 9 പേടകം സുരക്ഷിതമായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. ഫ്ലോറിഡയ്ക്ക് സമീപം ലാൻഡ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഈ നിമിഷത്തെ ചുട്ടുപഴുത്ത് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രമാത്രം അന്തരീക്ഷ താപനിലയിലൂടെയാണ് അത് കടന്നു വന്നത്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യർ അവർ ഇതാ ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു.